എനിക്ക് പേടിയാവണല്ലോ എന്റെ തമ്പുരാനെ. ഔ, ആർക്കും വിലയില്ലാത്ത അനിയൻ തമ്പുരാനെ പേടിക്കാനും ഒരാളുണ്ട്. നന്നായി. മുഖവര വേണ്ട, പറയാ. വലിയ അനുഭവമൊന്നുമില്ലാത്ത കുറച്ചെന്തെങ്കിലും വസ്തു എഴുതി കൊടുത്ത് ഭാഗം പിരിച്ചുവിടണം. പിന്നെ ശല്യമില്ലല്ലോ. പോണു. പിണങ്ങിട്ടാ? അല്ല. എന്റെ ആവോ? ഒന്നുമില്ല. ഞാനും അവിടത്തോളം വേണ്ട. എന്തോ കടിച്ചല്ലോ. എന്താ ഏട്ടനെന്താ? പരിഭ്രമിക്കാതിരിക്കുക. വിഷാലിക്ക് ആള് പോയിട്ടുണ്ട്. ഏട്ടാ, 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 കഥ അറിയാണ്ടുള്ള വേഷം കെട്ടലായിരുന്നു കേട്ടില്ലേ? തിരിച്ചറിയാനുള്ള വിവേകം വരാൻ വൈകി. കുട്ടം പറഞ്ഞോക്കിയ ശരി. ഏട്ടാ, ആ ശരിയിലേക്ക് വരാൻ ഏട്ടന് സമയമില്ലല്ലോ കൂട്ടാ. വല്ലാണ്ട് വഴി പോയല്ലോ. ഏട്ടാ, ഏട്ടാ, വിധി അനുഭവിക്കല്ലാണ്ട് പറ്റൂ. മോൻ പോയി ഈറം മാറി വരൂ മോളെ. അമ്മേ, ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ അമ്മേ. എന്താ ഇത്? ഞാനില്ലേ കൂടെ? ഞങ്ങളൊക്കെ ഇല്ലേ? മറ്റുള്ളവർ തളരുമ്പോ ഞാനുണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ട ആളെ ഇങ്ങനെ തളർന്നാല് ഇതെന്തൊരു ഇരിപ്പാ? പിന്നെന്താ, ഞാൻ എണീറ്റ് ഓടണോ? കോലോത്ത് ചെല്ലണം എന്ന് പറഞ്ഞ് 3 ദിവസമായി ആളയക്കുന്നു. നിങ്ങൾക്കൊന്ന് പോയാലെന്താ? പോയിട്ട് എന്താ കാര്യം? പശുവും ചത്തുവും മോരിലെ പുളിയും പോയി. പിന്നെ മണത്തിയല്ല അവിടെ എന്തിരുന്നിട്ടാ ബാക്കി? എനിക്ക് വയ്യ. ഊർമിളയ്ക്ക് ഏതാണ്ട് ഏനക്കെടു പോലെയൊക്കെ. അത് നേരത്തെ ആലോചിക്കണമായിരുന്നു. ഉമ്മെന്ന് പെണ്ണുങ്ങൾക്ക് വേറെ എന്താ ഏനക്കെടുണ്ടാവാനാ? ഓ, നന്നായി. നീ എന്താ നേരത്തെ പറയാഞ്ഞേ? ഇത് ധാരാളം മതി. പിടിക്കാരാൻ ഒരു തുരുമ്പല്ല, തൂറ് തന്നെ ആയല്ലോ. ബാക്കി പണി എനിക്കറിയാം. ഒരു മരുമകള് തരത്തിലുണ്ടായത് ഭാഗ്യം. അല്ലെങ്കിൽ ഈ മനുഷ്യൻ എന്നെ വരെ, ഭഗവാനെ, ഇങ്ങനെയുണ്ട് ഒരു ജന്മം. ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിന്നാലോ? എത്ര കുറി ഞാൻ ആളയച്ചു. വേണ്ടിയിരുന്നില്ല. ഏട്ടൻ തമ്പുരാൻ ഉണ്ടായിരുന്നപ്പോ രാത്രിയും പകലും ഇല്ലാണ്ട് കൂടെ നിന്നു. ഇനി അത് വയ്യ. വയസ്സായാണ് വരണത്. അവനവന്റെ കാര്യവും കുറച്ച് നോക്കാണ്ട് പറ്റുമോ? പങ്കുണ്ണിയാരെ ഇപ്പൊ വന്നത് വേറൊരു കാര്യത്തിനാ. തീപ്പെട്ടുപോയ ഏട്ടൻ തമ്പുരാനും എന്റെ മരുമകൾ ഊർമിളയും തമ്മിൽ, അല്ല ഇവിടത്തേക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാവുന്നൊരു ബന്ധമാണത്. അവൾക്ക് വയറ്റിലയക്കണം. അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണം. ഏട്ടൻ തമ്പുരാൻ കൊടുത്തൊരു വാക്കുണ്ട്, ഇഷ്ടദാനായിട്ട് ഒരു പറമ്പും വരെ. പങ്കുണ്ണിയാരെ അല്ല, ഞാൻ പറയണത് വിശ്വാസമാവണില്ലെങ്കിൽ കരപ്രമാണിയാരെ വിളിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കാം. ഏട്ടന്റെ വൃത്തികെട്ട ഒരു ബന്ധം, അത്
കരപ്രമാണിമാരെ കൂട്ടി ആ വിഴുപ്പ് ഞാൻ അലക്കണോ? വേണ്ട, എനിക്കൊന്ന് ആലോചിക്കണം. അതിന് ഇത്തിരി സാവകാശം തരിക. കുടിശ്ശിക ഒരുപാടുണ്ട്. പ്രോനോട്ടിലും അല്ലാണ്ട് വാങ്ങിയ വായ്പ വേറെയും. ഉടനെ തീർക്കാം എന്ന് പറഞ്ഞതല്ലാണ്ട് ഒന്നും ചെയ്തില്ല. ആ ആളങ്ങ് പോവുകയും ചെയ്തു. തമ്പുരാൻ അറിയോ, രൂപായുടെ കാര്യം തന്നെയാ. ഇവനങ്ങ് കൈവിട്ടു പോയാലുണ്ടല്ലോ, പിന്നെ ഇതങ്ങ് തിരിച്ചു വരില്ല. അത് പറ്റൂല. തമ്പുരാൻ നമ്മൾക്ക് ഇടപാട് ഇപ്പോൾ തീർക്കണം. ഇവിടെ നോക്ക്, വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഇത് കാസിന്റെ കാര്യമാണ്. കടം വീട്ടാൻ വസ്തുക്കൾ മുഴുവനും വിൽക്കാം. പക്ഷെ അതുകൊണ്ടാവില്ല. കോവിലകം വരെ പണയത്തിലാണ്. ഏത് നിമിഷവും ജപ്തി നടപടി വരാം. ഭഗവാനെ, കാറ് ഞാൻ കൊണ്ടുപോവാണ്. അത് വാങ്ങിയത് എനിക്ക് വേണ്ടിയിട്ടാണ്, എന്റെ പേരിലും. അതെങ്കിലും ഞാൻ കൊണ്ടുപോയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് വിഷമാവും. എനിക്ക് അവകാശപ്പെട്ടതും എനിക്കായിട്ട് തന്നിട്ടുള്ളതും മാത്രമേ ഞാൻ എടുക്കണുള്ളൂ. സംശയം ഉണ്ടെന്ന് വെച്ചാ ദാ പെട്ടിയും സാധനങ്ങളും പരിശോധിക്കാം. എന്താ ഏട്ടത്തി അന്യരോടെന്ന പോലെ ഇങ്ങനെ? ഏട്ടത്തി എന്തെടുത്താലും ഇവിടെ ആരെങ്കിലും എതിർക്കോ? വേണ്ട വേണ്ട, ഞങ്ങൾ മംഗലം കോവിലത്തുള്ളവർക്ക് ആരുടെ ഔദാര്യം പറ്റി ശീലമില്ല. പോകണ്ട ആള് പോയി, പിന്നെ ഞാനെന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങണത്? പോണതാ നല്ലത്. കൃഷ്ണ, ദാ ഈ സാധനങ്ങളൊക്കെ എടുത്ത് കാറിലേക്ക് വെക്കൂ. മാധവൻകുട്ടിയെ കണ്ടപ്പോഴാ ഉത്സവം അടുത്ത കാര്യം ഓർമ്മ വന്നത്. എവിടേക്കാ രണ്ടാളും കൂടി? ഇന്നലേക്കൊരു നിർബന്ധം, സ്വന്തം വീട്ടിലൊന്ന് പോണമെന്ന്. പോയി. എന്നിട്ട് കയറ്റിയില്ല, തിരിച്ചു പോന്നു. ആ വഴിയാ. പക്ഷെ ദോഷം പറയരുത് കേട്ടോ. പൊതുവാള് കുടുംബത്തിന് ചുരകൻ അയക്കുന്ന മണിയോട് മാസാമാസം ഒപ്പിട്ട് വാങ്ങാം. അതിനെറുപ്പില്ല. നിങ്ങളെ കോവിലകത്ത് വിളിച്ച് താമസിപ്പിച്ചാനാ ഞാൻ. പക്ഷെ എപ്പോഴാ കൈമോശം വരിക എന്ന് ഉറപ്പില്ലാത്തൊരിടത്തേക്ക് എങ്ങനെയാ ക്ഷണിക്കുക? ഒന്നും വേണ്ട. പൊതുവാള് കുട്ടിക്ക് സുഖമായി താമസിക്കാൻ ക്ഷുരകൻ ശങ്കരന്റെ കൊച്ചു വീട്ടിലെ സ്ഥലം ധാരാളം മതി. അല്ല, അനിയൻ ഞങ്ങളുടെ വിശേഷം കണ്ടുല്ലോ. അവിടെ വിശേഷമൊന്നും ആയില്ലേ? ഇല്ല, അല്ലാണ്ട് തന്നെ വിശേഷങ്ങൾ ഏറെയാണ്. കേട്ടു. സഹായിക്കാൻ കഴിയാത്തവരുള്ള ദുഃഖമേ ഉള്ളൂ. ഒക്കെ ശരിയാവും. ശരിയാവണമെന്ന് പ്രാർത്ഥിക്കാം. സർക്കസ് ടെന്റിലെ അരിവെപ്പുകാരന് അതിൽ കൂടുതൽ എന്താണാവുക? ഏയ്, 2 വർഷത്തെ ഉത്സവത്തിന്റെ കണക്ക് ഇനിയും തരാനുണ്ട്. കുറച്ചൊന്നല്ല കൃത്രിമം കാണിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞോണം. ഭഗവാന്റെ കാര്യത്തിൽ ഞാൻ എന്തിനാണ് അസത്യം പറയണത്? കാര്യങ്ങളൊക്കെ ശരിയാണ്. തിരിമറിയും കൃത്രിമവും ഏറെ കാണിച്ചിട്ടുണ്ട്. വേണമെന്ന് വെച്ചിട്ടാവില്ല. ഇല്ലായ്മ വരുമ്പോൾ എടുത്തിട്ട് മറിക്കും. പിന്നെ തിരിച്ചു വെക്കാനോട്ടാവുകയുമില്ല. കുറേ കാലമായിട്ട് ഇതാണ് പതിവ്. ആശ്രിതനായിട്ട് കൂടെ നടക്കുമ്പോൾ എനിക്കിത് വല്ലതും പറയാൻ പാടുണ്ടോ? ഭഗവാനെ ക്ഷമിക്കണേന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോഴെങ്കിലും കള്ളി വിളിച്ചതായല്ലോ. ഓ താൻ പൊക്കോളൂ. ഓ ഗുരുവായൂരപ്പാ, ഇനി എന്താ വേണ്ടതെന്ന് പ്രസിഡന്റ് പറയാ. ആവൂ, ഇപ്പോഴെങ്കിലും പ്രസിഡന്റ് പറയുന്നതിന് വില ഉണ്ടായല്ലോ. ഖജാഞ്ചി തമ്പുരാൻ പറയുന്നതായിരുന്നല്ലോ ഇവിടെ എല്ലാവർക്കും വലുത്. പഴങ്കഥ പോട്ടെ കൈമളെ, മേൽ നടപടി നോക്കുക. കൃത്രിമം കാണിച്ച തുക എത്രയാണെന്ന് തിട്ടപ്പെടുത്തി അനന്തരാവകാശികളിൽ നിന്ന് നടത്തിച്ചെടുക്കാൻ നിയമപരമായി നീങ്ങണം. അതാണ് അതിന്റെ ന്യായം. അതുകൊണ്ട് മാത്രമായില്ല, പഴമയുടെയും പാരമ്പര്യത്തിന്റെയും കഥ അങ്ങോട്ട് മാറ്റുക. ഭഗവാന്റെ തിരുവാഭരണം കോവിലത്തെ നിലവറയിലാണ് ഇപ്പോഴും. കടം കയറി തീരെ വശക്കേടാവുമ്പോ ആ പിടിപ്പില്ലാത്ത അനിയൻ തമ്പുരാൻ അതെടുത്ത് പണയപ്പെടുത്തില്ല എന്ന് എന്താണ് ഒരു ഉറപ്പ്? ഭഗവാനെ, അത് ശരിയാണല്ലോ. ഞാൻ പറയാ, തിരുവാഭരണം അവിടുന്ന് എടുക്കണം എന്ന് തന്നെയാ. ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് കാര്യങ്ങളിൽ നിന്ന് കോവിലകത്തെ നിയമപരമായി തന്നെ ഒഴിവാക്കുക. ക്ഷേത്രം വക സ്വത്തുക്കൾ ഈ ആഫീസിൽ സൂക്ഷിച്ചാൽ മതി.
ഊർമിളയുടെ കാര്യം ഒരു തീരുമാനം അറിയണം. അവകാശം വാങ്ങാൻ വന്ന് സത്യാഗ്രഹം ഞാൻ പറയും. സർക്കാർ ജപ്തി ചെയ്ത് സീല് വെക്കുമ്പോ അതിനുള്ള പന്തൽ ഈ മുറ്റത്ത് തന്നെ ആകട്ടെ. അവകാശം അവിടെ നിന്ന് അനുവദിച്ചു കിട്ടും. ഇറങ്ങി പോടോ മാറി പട്ടി. എല്ലാം പോയിക്കോട്ടെ, സാരമില്ല. എന്നാലെങ്കിലും മനസ്വസ്ഥത ഉണ്ടാവല്ലോ, അത് മതി. കാർത്തികയെ ഞാൻ കല്യാണം കഴിക്കുമ്പോ ഒരാളെങ്കിലും രക്ഷപ്പെട്ടു എന്ന് കരുതി കാണും അച്ഛൻ. ആ സ്വപ്നം കൂടെ തകരുകയാണല്ലോ കുട്ടിയെ. അരുത്, അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. സ്ഥലത്തില്ലായിരുന്നുകൊണ്ട് വിവരം അറിഞ്ഞില്ല. രാവിലെ വന്നപ്പോൾ ആശം പറഞ്ഞാണ് അറിഞ്ഞത്. അകത്തേക്ക് വരൂ. കാപ്പി എടുത്തു വെച്ചു, മോൾ അവരെ വിളിക്കുക. മാഷേ, ഇതാണ് എൻ്റെ